നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഹർത്താലിന് പിന്നാലെയുണ്ടായ അക്രമം കണ്ണൂരിൽ ബി.ജെ.പി. CPM സംഘർഷമായി വളർന്നു. AN ഷംസീർ MLA-യുടെയും ബി.ജെ.പി. നേതാവും MP-യുമായ വി മുരളീധരന്റെയും CPM മുൻ ജില്ലാ സെക്രട്ടറി P ശശിയുടെയും വസതിക്ക് നേരെ ബോംബേറുണ്ടായി. ഇരിട്ടിയിൽ CPM പ്രവർത്തകന് വെട്ടേറ്റു. സംഘർഷബാധിത മേഖലകളിൽ പോലീസിനെ വിന്യസിച്ചു. വീടിനു നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് AN ഷംസീർ MLA ആരോപിച്ചു. സമാധാന യോഗത്തിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആക്രമണം നടന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് സമാധാന യോഗത്തിന് ആളുകൾ പറഞ്ഞേക്കുക, മറുഭാഗത്ത് അണികളറിയിൽ ആയുധവും കൊണ്ട് പറഞ്ഞേക്കുക. ഇതാണ് RSSന്റെ രീതി. ഇത് ഉയർന്ന RSS നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. കണ്ണൂരിന് പുറമെ പത്തനംതിട്ട അടൂരിലും അക്രമമുണ്ടായി. സംഘർഷം കണക്കിലെടുത്ത് അടൂർ താലൂക്ക് പരിധിയിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടോ? സരട്, പന്തളത്ത് ഇന്നലെ രാത്രി അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ 7 മണിവരെ സ്ഥലത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. 3 CPM പ്രവർത്തകരുടെ വീടിന് നേരെ ബോംബേറുണ്ടായി. രാത്രി 8 മണിയോടുകൂടിയാണ് CPM അടൂർ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ഇത് അടൂരിലാണ്. രവീന്ദ്രന് പരിക്കേറ്റിട്ടുണ്ട്. അതിനു മുൻപാണ് പഴക്കുളത്ത് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കടക്ക് നേരെ ബോംബേറുണ്ടായത്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഇതോടുകൂടി അടൂര് മാത്രം 3 CPM പ്രവർത്തകരുടെ വീടുകൾക്കും കടകൾക്കും നേരെ ബോംബേറുണ്ടായി. ഈ അക്രമ പശ്ചാത്തലത്തിൽ അടൂർ, കൊടുമൺ, പന്തളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയതോടുകൂടിയാണ് മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാത്തത്. പന്തളത്തും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സരോൺ, ഉമേഷ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണല്ലോ. ഈ ആക്രമണത്തിന് പിന്നിലുള്ളവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇന്നലെ 11 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതല്ലാതെ മറ്റൊരാളെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് വഴിയെടുത്ത കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 50ഓളം കേസുകൾ അടൂർ, പന്തളം പോലീസ് സ്റ്റേഷൻ പരിധികളിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാളെയും ഇതുവരെ ഇന്നലെ രാവിലെ മുതലുള്ള അക്രമ സംഭവങ്ങളിൽ ഒരാളെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സരോൺ. ശരി ഉമേഷ്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, കണ്ണൂരിൽ സ്ഥിതി വഷളാവുകയാണോ? ഈ നേതാക്കന്മാരുടെ വീടുകളിൽ ഏത് സമയത്തായിരുന്നു ബോംബേറുണ്ടായത്? അതുപോലെ തന്നെ ഇരിട്ടിയിൽ വെട്ടേറ്റ CPM പ്രവർത്തകന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? സരുൺ, തലശ്ശേരിയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. കനത്ത പോലീസ് സന്നാഹം പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ PK കൃഷ്ണദാസിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ബോംബെറിയാൻ വന്ന ആളുകളെ ബൈക്കിലെത്തിയ 6 അംഗ സംഘത്തെ തുരത്തുകയായിരുന്നു. CPM പ്രവർത്തകർ ഇന്നലെ ഇരിട്ടിയിലാണ് വെട്ടേറ്റത്. പെരുമ്പറയിൽ VK വിശാഖിനാണ് വെട്ടേറ്റത്. ഇദ്ദേഹത്തെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അല്പസമയത്തിനകം വ്യക്തമാകും. അതായത് ഇന്നലെ തലശ്ശേരിയിൽ AN ഷംസീർ MLA-യുടെ വീടിന് നേരെ ബോംബേറുണ്ടായി. മാടപ്പിടിയിലെ വീടിന് നേരെയാണ് ബോംബ് എറിഞ്ഞത്. വീടിന് പുറത്ത് വെച്ച് ബോംബ് പൊട്ടിയത്. വാട്ടർ ടാങ്കിനും ഇതിനും ചെടിച്ചട്ടിയും മറ്റു കാര്യങ്ങളും തകരുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്നലെ CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. P ശശിയുടെ വീടിന് നേരെ ബോംബേറുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു. ഭാര്യയും മകനും പക്ഷെ വീട്ടിലുണ്ടായിരുന്നു. വീടിന്റെ വാതിലും അതുപോലെ ജനലുകളും തകർന്നിട്ടുണ്ട്. RSS വിഭാഗ് സംഘചാലകായ തലശ്ശേരിയിലെ കൊളക്കോട്ട് ചന്ദ്രശേഖരന്റെ വീടിന് നേരെ ഇന്നലെ 15 അംഗ സംഘം ആക്രമണം നടത്തിയിരുന്നു. ഈ ചന്ദ്രശേഖരനെ അവര് ആക്രമിക്കുകയും മർദ്ദിക്കുകയും മറ്റും ചെയ്തിരുന്നു. തുടർന്ന് വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. പരിക്കേറ്റ ചന്ദ്രശേഖരൻ ഇപ്പോഴും തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിന് പ്രതികാരമായ എന്ന രീതിയിലാണ് മറ്റു നേതാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വി മുരളീധരന്റെ തറവാട് വീടിന് നേരെയും ഇന്നലെ ആക്രമണം ഉണ്ടായി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ അത്തരത്തിൽ നേതാക്കളുടെ വീടുകൾക്ക് നേരെ പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ SP-യുടെ നേതൃത്വത്തിൽ ഈ സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനായി ഒരു സമാധാന ചർച്ച വിളിച്ച് ചേർത്തിരുന്നു. പക്ഷെ അത് ഫലം കണ്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥയിൽ
വലിയ പോലീസ് സന്നാഹത്തെ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് കാരെ തലശ്ശേരിയിലും ഇരിട്ടിയിലുമായി വിന്യസിച്ചിട്ടുണ്ട്. അവധിയിലും മറ്റും പോയിട്ടുള്ള ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ അടിയന്തരമായി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത പോലീസ് സന്നാഹം SP തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ പോലീസ് നീക്കത്തിന് നേതൃത്വം നൽകുന്നു. എല്ലാ വീടുകളിലും പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിലെല്ലാം തന്നെ പരിസരത്തെല്ലാം തന്നെ പോലീസ് പിക്കറ്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് കോമ്പിംഗ്, രാത്രികാലങ്ങളിലും മറ്റും പോലീസ് നിരന്തരം റോഡുകളിലൂടെ പോലീസിന്റെ പെട്രോൾ വാഹനം കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിക്ക് ശേഷമുള്ള അക്രമ സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും വലിയ ജാഗ്രതയിൽ തന്നെയാണ് പോലീസ് തുടരുന്നത്. മനു, ഈ നേതാക്കന്മാർ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കുടുംബങ്ങളും വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നോ ഈ ആക്രമണങ്ങൾ നടന്നത്? ഇത് സംഘർഷ അവസ്ഥ ശാന്തമാക്കാൻ ഭരണാധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? സരുൺ, ഇതിൽ AN ഷംസീറിന്റെ വീട്ടിന് നേരെ ആക്രമണം ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അത് പുറത്ത് വെച്ചാണ് ബോംബ് പൊട്ടുകയും ചെയ്തത്. അതുകൊണ്ട് ആർക്കും തന്നെ കാര്യമായ പരിക്ക് ഉണ്ടായില്ല എന്നത് ആശ്വാസകരം. ഒപ്പം തന്നെ അതുപോലെ തന്നെ P. ശശി അദ്ദേഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ ഭാര്യ ഉണ്ടായിരുന്നു, മകനും ഉണ്ടായിരുന്നു. വീടിന് പുറത്ത് ബൈക്കിലെത്തിയ സംഘം ആണ് ഈ ബോംബെറിഞ്ഞ് മുഖം മറച്ച് ബൈക്കിലെത്തിയ സംഘമാണ് ഈ ബോംബെറിഞ്ഞത്. PK കൃഷ്ണദാസിന്റെ വീടിന് നേരെ ബോംബെറിയാൻ 6 അംഗ സംഘം എത്തി. പക്ഷെ അദ്ദേഹവും വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ അത് നേരത്തെ തന്നെ അവിടെ ആളുകൾ, പ്രവർത്തകരും പോലീസും എല്ലാം തന്നെ ഉള്ളതിനാൽ അക്രമികളെ തുരത്തി ഓടിക്കുകയായിരുന്നു. മുരളീധരന്റെ വീട്ടിലും അദ്ദേഹത്തിന് തറവാട് വീട്ടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കൾക്കൊന്നും തന്നെ പരിക്കേൽക്കുകയോ അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും പരസ്പരം ഭയപ്പെടുത്തുന്നതിനും വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയാണ്. അത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം തലശ്ശേരിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആളുകളുടെ സമാധാന ജീവിതം തകർന്നിരിക്കുന്നു. പോലീസ് ശക്തമായി ഇടപെടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പിക്കറ്റ് പോസ്റ്റുകൾ നടത്തുന്നു. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പെട്ടെന്ന് തടയാനായി പോലീസിന് പ്രയാസമാകുന്നു. കാരണം ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ജില്ലാതല അല്ലെങ്കിൽ താലൂക്ക് തല നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം പെട്ടെന്ന് തടയാനായിട്ട് പോലീസിന് കഴിയുന്നില്ല. ഇന്നലെ 2-3 അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ തലശ്ശേരി തിരുവങ്ങാടുള്ള ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്, വാഴയിൽ ശശിയുടെ വീട് ഇത്തരം സംഘം അടിച്ചു തകർത്തു. പിന്നെ അതുപോലെ BJPയുടെ കണ്ണൂരിലെ ഒരു പഞ്ചായത്ത് ഓഫീസ് അതിന് തീ വെച്ചു. അത്തരം പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ചെറിയ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ജില്ലാ നേതാക്കളുടെ വീടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തടയാൻ പോലീസ് എങ്കിലും പ്രധാന നേതാക്കളുടെ വീടുകൾക്ക് പരിസരത്തെല്ലാം തന്നെ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വൻ സന്നാഹം തലശ്ശേരി പട്ടണത്തിലും അതുപോലെ തന്നെ അതിന്റെ പ്രധാന കവാടങ്ങളും റോഡുകളിലും എല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുതൽ സേനയെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരും. ഏതായാലും SP തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരം പോലീസിന്റെ നീക്കം നടക്കുന്നത്. മനു, ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പിടികൂടാൻ മറ്റും കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാരണം അവർക്ക് അറിയാം. ഇത് CPM-ഉം BJP പ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷമാണ്. CPM പ്രവർത്തകരുടെ വീടാക്രമിക്കുന്നത് BJP ആണ് എന്നാണ് പോലീസിന്റെ CPM പ്രവർത്തകരുടെയും നിലപാട്. അതേപോലെ തന്നെ തിരിച്ചും BJP പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം ഉള്ളത് CPM-ന്റെ ഭാഗത്തു നിന്നാണെന്നും അതാണ് പോലീസും അവരുടെ പ്രവർത്തകരും പറയുന്നത്. അപ്പൊ ഇത് രണ്ട് വിഭാഗത്തിൽ തമ്മിലുള്ള ഒരു ഇതാണ്. ഇതിൽ അക്രമികളായ സ്വഭാവമുള്ളവരെ പോലീസ് തിരയുന്നുണ്ട്. ആളുകൾ മുഖം മറച്ചെത്തുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളില്ല. CCTV ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട്. അത് പരിശോധിച്ചാൽ ഒരു പരിധിവരെ ആളുകളെ പിടികൂടാൻ കഴിയും എന്നതാണ്. ഏതായാലും ചില ആളുകളെ ചോദ്യം ചെയ്യുന്നതിനായും മറ്റും വരുത്തിയിട്ടുണ്ടെങ്കിലും പ്രത്യേകമായ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് അറസ്റ്റ് ഉണ്ടാവും. പോലീസ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നഗരത്തിൽ കൂടുതൽ അക്രമം വ്യാപിക്കാതിരിക്കാനും അതിനുവേണ്ടി മറ്റ് ആളുകളുടെ വീടുകൾ ആക്രമിക്കപ്പെടാതിരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള കോമ്പിംഗ് ഓപ്പറേഷൻസും പെട്രോളിങ്ങും. കണ്ണൂരിൽ CPM BJP നേതാക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ പോലീസ് സേനയെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് മനു ഭരത് നൽകിയത്.
ഒറ്റപ്പാലത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. നെല്ലുളിയിൽ കൃഷ്ണൻകുട്ടിക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 7:30 ഒറ്റപ്പാലം TB റോഡിലെ കോൺഗ്രസ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് സംഭവം. ശബരിമല വിഷയത്തിൽ സംസ്ഥാനത്തുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘം ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അക്രമികളെ കണ്ടെത്താൻ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ ഊർജിതപ്പെടുത്തി പോലീസ്. ഹർത്താൽ അക്രമങ്ങളിൽ 1718 പേരെ അറസ്റ്റ് ചെയ്തു. 1 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വെള്ളിയാഴ്ച വൈകുന്നേരം 1108 കേസുകളിലായി അറസ്റ്റിലായത് 1718 പേർ. 1009 പേർ കരുതൽ തടങ്കലിൽ, 135 പോലീസുകാർ, 129 പൊതുജനങ്ങൾ, 10 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 174 പേർക്ക് പരിക്കേറ്റു. 223 സംഭവങ്ങളിലായി 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഏറ്റവുമധികം നഷ്ടം കൊല്ലത്താണ്, 34 ലക്ഷം രൂപ. ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. സമാധാന അന്തരീക്ഷത്തിൽ ശബരിമല തീർത്ഥാടനം പുരോഗമിക്കുന്നു. തീർത്ഥാടനത്തിന് എത്തുന്ന എല്ലാവർക്കും മതിയായ സംരക്ഷണം നൽകും. സംസ്ഥാനത്തുടനീളം പോലീസ് തികഞ്ഞ ജാഗ്രത പുലർത്തും. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ തുടരും. അക്രമം അമർച്ച ചെയ്യാനും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാനും എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. അതേസമയം അക്രമങ്ങളിൽ സർക്കാരിന്റെ വിശദമായ കണക്കെടുപ്പ് തുടരുകയാണ്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കണക്ക് ശേഖരിച്ച ശേഷമാവും ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ ഗവർണർക്ക് കൈമാറുക. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടർ സമരം തീരുമാനിക്കുന്നതിനായി UDF നേതൃയോഗം ഇന്ന് ചേരും. യുവതീ പ്രവേശനം നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ തുടർ സമരം എങ്ങനെ വേണം എന്നതാണ് യോഗത്തിലെ മുഖ്യ ചർച്ച. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വ്യത്യസ്ത നിലപാട് ഘടകകക്ഷികൾ യോഗത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യോഗത്തിനു മുമ്പ് അനൗപചാരിക ചർച്ച നടത്തി ഇത് ഒഴിവാക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ രാവിലെ 10:30 മണിക്കാണ് യോഗം. സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി സംസ്ഥാനം ആകെ സംഘർഷം തുടരുമ്പോഴും ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഇന്നലെ രാത്രി 10:30 വരെ 99,600 ഭക്തരാണ് ദർശനം നടത്തിയത്. ശബരിമലയിലെ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ശബരിമലയിൽ സ്ത്രീകൾ ദർശനം നടത്തിയതോ ബന്ധപ്പെട്ട സംഘർഷങ്ങളോ തീർത്ഥാടനത്തെ ബാധിക്കുന്നേയില്ല. മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്നത് മുതൽ ദിവസവും 1 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തുന്നുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താൽ ദിനത്തിൽ പോലും 1,05,311 തീർത്ഥാടകർ ദർശനത്തിനെത്തി. പ്രതിഷേധങ്ങൾക്ക് സന്നിധാനം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വേദിയാകാത്തതാണ് തീർത്ഥാടകരുടെ വരവ് തുടരാൻ പ്രധാന കാരണം. ശബരിമലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് നിലവിലെ സമാധാനാന്തരീക്ഷം നിലനിർത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്നാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നില്ല. തീർത്ഥാടകരിലധികവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായതും പ്രതിഷേധമുണ്ടാകാതിരിക്കാൻ കാരണമാണ്. നിരോധനാജ്ഞയ്ക്കെതിരെ സന്നിധാനത്ത് ദിവസവും നടക്കുന്ന നാമജപം മാത്രമാണ് ഇപ്പോൾ പ്രത്യക്ഷ പ്രതിഷേധം. സന്നിധാനം ഉൾപ്പെടെ ശബരിമലയിലെ 4 ഇടങ്ങളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. കൂടുതൽ സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്താൻ സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരോധനാജ്ഞ നീട്ടിയേക്കും. ന്യൂസ് 18 സന്നിധാനം. കോട്ടയം പാത്താമുട്ടത്ത് പള്ളിയിൽ അഭയം നേടിയ കുടുംബങ്ങൾക്ക് സഹായ വാഗ്ദാനവുമായി CPM ജില്ലാ ഘടകം. പള്ളിയിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും പാർട്ടി നേരിട്ട് സുരക്ഷ നൽകാൻ ഒരുക്കമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് കുടുംബങ്ങൾ അറിയിച്ചു. ഡിവൈഎഫ്ഐ ഭീഷണിയെ തുടർന്ന് കുമ്പാടിപ്പള്ളിയിൽ പെൺകുട്ടികളടക്കമുള്ള കാരൽ സംഘം അഭയം തേടിയ സംഭവം വൻ രാഷ്ട്രീയ വിവാദമായി വളരുന്നതിനിടെയാണ് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ പള്ളിയിലെത്തിയത്. സംഭവവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വാസൻ പറഞ്ഞു. പള്ളിയിൽ തങ്ങുന്നവർ വീടുകളിലേക്ക് മടങ്ങിയാൽ പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ പാർട്ടി തയ്യാറാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംരക്ഷണം തരാൻ തയ്യാറാണ്. ഒരാളും നിങ്ങളെ ആക്രമിക്കില്ല എന്നവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്കല്ല, അവർക്ക് പ്രധാനമായി മറ്റൊരു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ കഥകളനുസരിച്ച് ഉടനെ എല്ലാവരും വീണ്ടും പിടിച്ചകത്തിടണം. അതിപ്പം നമ്മൾ വരേണ്ടത്, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പോലീസ് കേസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അക്രമികളുടെ ഭാഗത്തു നിന്നും ഭീഷണി തുടരുകയാണെന്നാണ് പള്ളിയിൽ കഴിയുന്നവർ വ്യക്തമാക്കുന്നത്. ഭയങ്കര ഭീഷണിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഭയങ്കര കമന്റടിയാണ്. സ്ത്രീകളാണ് കമന്റടി. എന്നോട് ചോദിക്കുന്നത് നിന്റെ മുഖത്ത് എന്താടി കാര പൊട്ടിയിട്ടാണ് ഇത്ര വലിയ മുറിവ്. സ്ത്രീകൾ തന്നെയാണ് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് ഭീഷണിയാണ്. FB കൂടെ ഓരോ പോസ്റ്റുകൾ ഇടും. ഞങ്ങൾക്ക് പേടിയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ. കഴിഞ്ഞ 23-നാണ് കൂമ്പാടി സെന്റ് ആംഗ്ലിക്കൻ പള്ളിയിലെ പെൺകുട്ടികളടക്കമുള്ള കാരൽ സംഘത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ട സംഘത്തിന്റെ മർദ്ദനമേറ്റത്. യുവാക്കളെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി പിന്നീട് ജാമ്യം നൽകി. വിഷയമുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. 16-ന് UDF രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18
കോട്ടയം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളുടെ ടിക്കറ്റ് നിരക്ക് ഏകീകരിച്ചു. നേരത്തെ മൃതദേഹം തൂക്കി നോക്കി നിരക്ക് ചുമത്തിയിരുന്ന രീതി ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. നാളെ മുതൽ പുതിയ രീതി നിലവിൽ വരും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് തൂക്കിനോക്കി ചാർജ് ഈടാക്കിയിരുന്ന രീതിയാണ് എയർ ഇന്ത്യ ഒഴിവാക്കിയത്. ഓരോ രാജ്യങ്ങളിൽ നിന്നും ഏകീകരിച്ച നിരക്കായിരിക്കും ഇനി ഈടാക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ രൂപ പ്രകാരമുള്ള പുതുക്കിയ നിരക്കുകൾ ഇപ്രകാരമാണ്: UAE 30,000 രൂപ, ഒമാൻ 28,000, കുവൈറ്റ് 40,000, സൗദി 40,876, ബഹ്റിൻ 41,400, ഖത്തർ 42,108. 12 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് നിരക്കിൽ 50% കുറവുണ്ട്. ശനിയാഴ്ച മുതൽ ഈ നിരക്ക് ബാധകമാണെന്ന് എയർ ഇന്ത്യ കാർഗോ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ തൂക്കിനോക്കി ചാർജ് ഈടാക്കിയിരുന്ന എയർ ഇന്ത്യയുടെ രീതി നേരത്തെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. കിലോയ്ക്ക് 300 രൂപ എന്ന നിരക്കിലായിരുന്നു ഈടാക്കിയിരുന്നത്. എംബാം ചെയ്ത മൃതദേഹങ്ങൾക്ക് 140 കിലോയോളം തൂക്കം വരുമ്പോൾ വലിയ തുകയായിരുന്നു നൽകേണ്ടിയിരുന്നത്. എയർ ഇന്ത്യ നടപടിക്കെതിരെ മലബാർ ഡെവലപ്മെന്റ് ഫോറം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. ന്യൂസ് 18 കോഴിക്കോട്. അനധികൃത ഖനികളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി മേഘാലയ സർക്കാരിന് ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടി രൂപ പിഴ വിധിച്ചു. അനധികൃത ഖനികളുടെ നടത്തിപ്പുകാരിൽ നിന്നും ഇത്തരം ഖനികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നും പണം ഈടാക്കണമെന്നും ട്രിബ്യൂണലിന്റെ ഉത്തരവിൽ പറയുന്നു. 2 മാസത്തിനുള്ളിൽ പിഴപ്പണം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിനുള്ള പണം അനുവദിക്കാത്തിടത്തോളം കാലം അമേരിക്കയിൽ ഭരണസ്തംഭനം തുടരുമെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട നാൻസി പെലോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മതിലിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. അതിനിടെ പ്രസിഡന്റ് ഒപ്പിടാത്തതിനെ തുടർന്ന് ബില്ലുകൾ പാസ്സാകാതെ വന്നതോടെ അമേരിക്കയിലെ ഭരണസ്തംഭനം 3ാം ആഴ്ചയിലേക്ക് നീങ്ങുകയാണ്. മെക്സിക്കൻ അതിർത്തി വഴി യുഎസിലേക്ക് ലഹരി മരുന്നുകൾ ഒഴുകുകയാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അനധികൃത കുടിയേറ്റം തുടരുന്നത് അനുവദിക്കാൻ ആകില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മതിൽ നിർമ്മാണത്തിന് ട്രംപ് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത്. ട്രംപിന്റെ ആവശ്യത്തോട് അനുകൂല നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതിനെ തുടർന്നാണ് മറ്റു ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത്. ഇതോടെയാണ് യുഎസിൽ ഭരണസ്തംഭനം ആരംഭിച്ചത്. 1 മാസമോ 1 വർഷം വരെയോ ഭരണസ്തംഭനം നീളാമെന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. മതിൽ നിർമ്മാണത്തിനുള്ള പണം അനുവദിക്കാത്ത പക്ഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ തന്നെ മതിൽ പണിയുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ വൻ വിജയം നേടി. ഡെമോക്രാറ്റിക് പക്ഷത്തെ മുതിർന്ന നേതാവായ നാൻസി പെലോസിയെ ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ട്രംപിന്റെ ഏകപക്ഷീയ ഭരണത്തിന് മാറ്റം വരുത്താൻ ഡെമോക്രാറ്റുകളുടെ വിജയം വഴിതെളിയിക്കും. ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളും അണിയറയിൽ ഒരുങ്ങുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച പരസ്യ പ്രതികരണം നടത്തിയ കോൺഗ്രസ് അംഗം റഷീദ ടെലീബിന്റെ പ്രസ്താവനയും വിവാദമായി. മോശം ഭാഷയിലാണ് റഷീദയുടെ പ്രതികരണം. ഇതിനോടുള്ള ട്രംപിന്റെ പ്രതികരണവും പുറത്തുവന്നു. So I think it's very hard to impeach somebody who's done a great job. That's number one. And we even talked about that today. I said, why don't you use this for impeachment? And Nancy said, we're not looking to impeach you. I said, that's good, Nancy, that's good. But you know what? You don't impeach people when they're doing a good job. And you don't impeach people when there was no collusion, because there was no collusion. ഭരണസ്തംഭന വിഷയത്തിലും മതിലിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണത്തിനു വേണ്ടിയും പ്രത്യേക സംഘത്തെ ചർച്ചയ്ക്കായി നിയോഗിച്ചെന്ന് ട്രംപ് അറിയിച്ചു. താൻ അധികാരത്തിൽ വന്ന ശേഷം യുഎസിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതായും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഐക്യരാഷ്ട്രസഭ നൽകുന്ന സഹായങ്ങളുടെ 60% യമനിൽ എത്തുന്നില്ല എന്നാരോപിച്ച് സൗദി അറേബ്യ രംഗത്ത്. യമനിലെ ഹൂതി വിമതർക്കെതിരെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യരാഷ്ട്രങ്ങൾ യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം ഏറെ ക്ലേശകരമായിരുന്നു. സൗദിയും മറ്റു രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ വഴിയാണ് യമനിലെ സാധാരണക്കാർക്ക് സഹായം എത്തിച്ചു നൽകുന്നത്. എന്നാൽ ഇത്തരം സഹായങ്ങൾ ഹൂതി വിമതർ തന്നെ തടഞ്ഞുവെക്കുകയാണെന്ന് യമനിലെ സൗദി അംബാസഡർ സയ്യിദ് അൽ ജബാൽ ആരോപിച്ചു. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലെ ഒരു അഭയകേന്ദ്രത്തിലുണ്ടായ സംഘർഷത്തിൽ 9 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. 2 സ്ത്രീകൾ തമ്മിലുള്ള തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 2 പേർ കുത്തേറ്റും മറ്റുള്ളവർ അഭയകേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിലുമാണ് കൊല്ലപ്പെട്ടത്. 22 പേർക്ക് സംഘർഷങ്ങളിൽ പരിക്കേറ്റു. ജർമ്മൻ രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സ്വകാര്യ വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി. ചാൻസലർ ആഞ്ചല മെർക്കലിന്റെ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം ജർമ്മനി പ്രഖ്യാപിച്ചു.
ജർമ്മൻ സ്റ്റേറ്റ് ഇലക്ഷനും യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പും ഈ വർഷം നടക്കാനിരിക്കെയാണ് സർക്കാരിനെ ഞെട്ടിപ്പിച്ച് ഹാക്കർമാർ നൂറുകണക്കിന് രാഷ്ട്രീയ നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിയത്. ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ, പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ തുടങ്ങി ഉന്നതരുടെ മുതൽ സാധാരണ മുനിസിപ്പൽ കൗൺസിലർമാരുടെ വരെ വ്യക്തിവിവരങ്ങളാണ് ചോർത്തിയത്. ഫോൺ നമ്പറുകൾ, സ്വകാര്യ ചാറ്റിംഗുകൾ, ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഹാക്കർമാർ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. മെർക്കലിന്റെ സ്വകാര്യ ഇമെയിൽ വിലാസവും അവർക്ക് ലഭിച്ചതും അവർ എഴുതിയതുമായ കത്തുകളുടെ വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയിലെ നേതാക്കന്മാരുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമായി. 2017 പകുതി മുതൽ സജീവമായിരുന്ന ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് വിവരങ്ങൾ പുറത്തുവന്നത്. 17,000-ലധികം പേർ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിരുന്നു. വിവരങ്ങൾ പുറത്തുവന്നതോടെ സർക്കാർ അക്കൗണ്ട് മരവിപ്പിച്ചു. ഹാക്കിംഗ് നടത്തിയവരെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇനിയും ലഭ്യമായിട്ടില്ല. സംഭവത്തെക്കുറിച്ച് ദേശീയ സൈബർ പ്രതിരോധ കേന്ദ്രം അന്വേഷണം ആരംഭിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലണ്ടനിൽ ട്രെയിൻ യാത്രക്കാരനെ അജ്ഞാത സംഘം കുത്തിക്കൊലപ്പെടുത്തി. ഗുൾഫോർഡിൽ നിന്നും ലണ്ടനിലേക്ക് പോയ ട്രെയിനിലാണ് സംഭവം നടന്നത്. കൊലപാതകത്തിന് ശേഷം അക്രമികൾ ട്രെയിനിൽ നിന്ന് കടന്നുകളഞ്ഞു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘം സ്ഥലത്തെത്തി ട്രെയിനിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു. അക്രമികളെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുകയാണ്.